ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മത്തങ്ങയുടെ കറിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഈ ഒരു മത്തങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കറി എന്ന് പറയുന്നത് പരിപ്പോ അല്ലെങ്കിൽ തേങ്ങ ഒന്നും ചേർക്കാത്ത ഒരു കറിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ മത്തൻ താളിച്ചത് എന്നാണ് പറയാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതുപോലെ ഇളം മത്തൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ആ തൊലിയോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തൊലിയോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ മത്തൻ ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊലിയോട് കൂടി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നമുക്ക്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ 2 ചെറിയ തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മത്തനൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്ര സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം. അത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മത്തനൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുതേ. എന്താ ഇപ്പൊ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അത്യാവശ്യം കുറെയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെ മുറിച്ച് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ട്. പക്ഷെ ആ തൊലിയുടെ ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാണ്. ഇപ്പൊ നമ്മൾ 5 മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് മത്തനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് മത്തൻ കഷ്ണങ്ങൾ ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ മത്തന്റെ കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടും. ഇനി ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മേലെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് അടച്ചു വെക്കാം. ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ, ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിൽ ഇറങ്ങട്ടെ. ഇപ്പൊ ഞാനിത് അവിടെ 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു ആവിയിൽ കിടന്നിട്ട് കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഈ കറിയുടെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും തേങ്ങരച്ച കറിയോ അതുപോലെ തന്നെ പരിപ്പിട്ട കറി, വറുത്തരച്ച കറിയൊക്കെ കൂട്ടി കഴിക്കുന്നല്ലേ. അപ്പൊ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മത്തൻ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.